മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിക്ക് സുഖമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് അമ്മക്കിളി വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അടുത്ത അമ്മക്കിളിയുടെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മൾ പാകിയ ചെടികളുടെ ഒക്കെ വിവരങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിക്കാം. അതിന് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കാണിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. വാ മക്കളെ, എല്ലാവരും അമ്മക്കിളിയുടെ കൂടെ അത് കാണാനേ. ഗാർഡനിലെ എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കാ വളർന്നു വന്നോളും, പൂവും ഉടനെ തന്നെ കായ്ക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. വാങ്ങിച്ചു വെച്ചതൊന്നുമല്ല, ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഒറ്റ വർഷം വെച്ചാൽ മതി, എല്ലാ വർഷവും തന്നെ കിളിച്ചോളും കേട്ടോ. അതെല്ലാം പൂത്ത് കുലുങ്ങി നിൽക്കുകയാണ്. ഇതെല്ലാവരും നിങ്ങൾ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണം. പൂക്കൾ ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഇപ്പോൾ പൂത്ത് നിൽക്കുന്നത് മാത്രമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഒരു കാര്യം മക്കളെ, നമുക്ക് ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. ഈ പൂക്കൾ നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കിലേക്ക് ഒന്ന് കമന്റ് വിടണം കേട്ടോ. ഞാനിരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വിടണം കേട്ടോ മക്കളെ. അടിപൊളി പൂവല്ലേ മക്കളെ, ഇത് കണ്ടോ പോലെ ആയിട്ട് വന്നിരിക്കുന്നു. ഇത് പർപ്പിൾ കളറിലെ കണ്ടോ, അടിപൊളിയല്ലേ പൂവ്. ഇത് പല കളറിലുണ്ട്, പക്ഷേ എനിക്ക് ഒരു കളറിന്റെ വിത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ പൂവും ആർക്കെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിലേക്ക് കമന്റ് ചെയ്യണം കേട്ടോ. അടിപൊളി ചെടിയാണ്, വർഷം ഇവിടെ തന്നെ കളിച്ച് വരുന്നതാണ്. നമുക്കിലേക്ക് നല്ല സന്തോഷം കേട്ടോ. ഇത്രയും പൂ വന്നിരിക്കുന്നുണ്ട്, ഒരേ ചെടിയിൽ എത്ര പോലെ വന്നിരിക്കുന്നൊക്കെ. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഉപ്പിൻ. ഇപ്പൊ ഇതാ വിത്ത് റെഡിയാകുന്നുണ്ട് കേട്ടോ. അടുത്ത പൂ എന്താന്ന് നോക്കാം. ഈ ചെടിയുടെ പേര് ഫോക്സ് ഗ്ലോ. നല്ല മണിമണിയായിട്ട് നല്ല ബെല്ല് പോലെയല്ല, ഇതിനകത്തും ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടേ, നല്ല ഫുള്ള് നിറച്ചു വരുന്നുണ്ട്. ഒരൊറ്റ ചെടിയിലാണ് ഇത്രയും പൂ വരുന്നത്. ഇത് പർപ്പിള് പിങ്ക് എന്ന് പറയാം. നമ്മൾ ഓരോ വർഷം വെട്ടേണ്ട, എല്ലാ വർഷം തന്നെ കിളിച്ചു വരും. അപ്പോൾ ഇത് ഞാൻ നിർത്തി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഫോക്സ് ഗ്ലോയുടെ വൈറ്റ്. ഇത് ഇനി ഞാൻ പറിച്ചു കളയത്തില്ല. നമ്മളിത് എല്ലാ വർഷം നിർത്തിയാൽ നമുക്ക് അടിപൊളി പൂ കാണാം. പക്ഷെ ഇത് ഒത്തിരി ദിവസം നിൽക്കത്തില്ലെന്നൊന്നും കേട്ടോ. നല്ല രസമുണ്ട് നിൽക്കുന്ന കാണാനേ. രണ്ടിൽ എങ്ങനെ മാല കോർക്കുന്ന പോലെ കിടക്കുന്ന കണ്ടോ. ഇതിനകത്തെ ഡിസൈൻ ഉണ്ടോ, ഈ കോളാമ്പി പോലുള്ളതിനകത്ത് ഇത് മെറൂൺ കളർ കേട്ടോ. നല്ല അടിപൊളി പൂവാ കേട്ടോ, സൂപ്പറായിരിക്കും. ഞാനിത് ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും നല്ല പൂവായിരിക്കും. 3-4 ചെടികൾ ഞാൻ പറിച്ച് കളയുകയും ചെയ്തു. പിന്നെ ഈ 2 നിർത്തിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അടുത്ത പൂവ് പിയോണി. അയ്യോ അമ്മ, റോസപ്പൂവിന്റെ 4 ചേരുന്ന മാതിരിയുണ്ട് കേട്ടോ. അത്രയും വലുപ്പം, വിരിഞ്ഞ് വരുന്നതേ ഉള്ളേ. രക്ഷയില്ല കേട്ടോ പൂക്കൾ. അത് ഒടിഞ്ഞ് വീഴും. അതിന് ഞാനെല്ലാം കമ്പ് നാട്ടി കൊടുത്തിട്ടുണ്ട്. താഴെ ഊന്ന് കൊടുത്താൽ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ പറ്റത്തില്ല. എൻ്റെ വണ്ടെല്ലാം ഇഷ്ടം പോലെ വന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. തേൻ കുടിക്കാനും തോന്നുന്നു. കാര്യം ഇത്രയും പൂവില്ലേ. ഈ 2 പിയോണി കണ്ട ഒരു ചെറിയ പൂവാണ്. ഇതേ കൊണ്ട് നമ്മുടെ 4 റോസപ്പൂ ചേരുമ്പോൾ എത്രയുണ്ട് അത്രയും വലിപ്പമുണ്ട്. ഇനി അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം റോസപ്പൂ. പൂത്ത് നിൽക്കുന്നതാണ്. ഇതെല്ലാം തന്നെ വരുന്ന പൂക്കളാണ് കേട്ടോ. ഓരോ വർഷം നമ്മൾ വെക്കണമെന്നില്ല, എല്ലാ വർഷം തന്നെ കിളിച്ച് വന്ന് മുട്ടായി പൂവായിക്കോളും. ഇവിടെ ഒരു റോസ പൂത്ത് കുലുങ്ങി നിൽക്കുന്നുണ്ടോ. ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം വെട്ടിവിട്ടതായിട്ട് നല്ല പെട്ടെന്ന് തന്നെ പൂത്തു. ഊട്ടി റോസപ്പൂ കണ്ടോ, ഇതൊരു വേറെ ഷേപ്പിലാണ് ഈ പ്രാവശ്യം പൂ വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നേ വന്നുള്ളൂ, ബാക്കിയൊക്കെ മൊട്ടിങ്ങനെ വരുന്നതേ ഉള്ളൂ. 2-3 കൂടെ. നിറയെ കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല വെൽവെറ്റ് പോലുള്ള കളറൊക്കെ ഉണ്ട്. ഇത് പല കളറുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പം ഹാഫ് വൈറ്റ്, യെല്ലോ കളറ്, പർപ്പിള് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് വേറൊരു കളർ കണ്ടോ, 3 കളർ, യെല്ലോ, പർപ്പിൾ, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ. ഇതിലെ വെൽവെറ്റ് കളറുണ്ട്. ഇത് കണ്ടോ, നല്ല വെൽവെറ്റ് പോലെ ആയിരിക്കുന്നത്. ഇതിനിടയ്ക്കുണ്ട് ഒരെണ്ണം വെൽവെറ്റ് നിൽക്കുന്നത്, ബാക്കിയെല്ലാം വേറെ കളറാണ്. അങ്ങനെ കളർ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടുത്തത് ഇത് കണ്ടോ, ഈ പൂവിന്റെ പേരും പാൻസീസ് എന്നാ കേട്ടോ. ഇതിലിപ്പോൾ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ബാക്കി കളറോടെ കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. ഭയങ്കര അടിപൊളി. ഇത് കഴിഞ്ഞ വർഷം എല്ലാം ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞത്. ഈ വർഷം കളയാൻ വേണ്ടി പറിക്കാൻ പോയതാ. പിന്നെ ശരി വേണ്ട, ഇതൊന്നും നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയതാ. എൻ്റെ മക്കളെ ഒരു രക്ഷയുമില്ല ഈ പൂ കേട്ടോ. അയ്യോ, 3 കളറുണ്ട് ഇതിനകത്തെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക് കളർ? കണ്ടോ, ഇതൊരു കളറ്, ഇത് വേറൊരു കളറ്. എന്തൊരു ഭംഗിയാണോ ഇത്. അപ്പുറത്ത് ഇത് കണ്ടോ, ഇത് വേറൊരു കളർ. ഇതിൽ തന്നെ ഇപ്പം 4 കളർ ഞാൻ കണ്ടു കേട്ടോ. ഇത് റെഡ് വിത്ത് ലൈറ്റ് റെഡ്, ഇത് മെറൂൺ വിത്ത് സൈഡിൽ പിങ്ക്, ഇത് മെറൂൺ വിത്ത് സ്ലിൽ പിങ്ക് ഉണ്ട്, ഇത് വന്ന് ലൈറ്റ് പിങ്ക്. അയ്യോ ഒരു രക്ഷയില്ല, നിറയെ ഉണ്ട് ഇത് പൂ കേട്ടോ. ഡയാന്തസ് പ്ലാന്റ്. ഇതിപ്പോൾ ഒരാഴ്ചയായി നിൽക്കുന്നു കേട്ടോ. ഇത് എത്ര ചെടിയാണെന്നുള്ളതാണ് എനിക്കറിയത്തില്ല. പക്ഷേ എല്ലാ കളറും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി പല ചെടികൾ ഇതിലുണ്ടോയെന്നും എനിക്കറിയത്തില്ല. കളയാൻ വേണ്ടി വെച്ചിരുന്നത് കാട്ടുചെടിയാണെന്ന് പറഞ്ഞ് പറിച്ച് കളയാനിരുന്നതാണ്. എൻ്റെ മക്കളെ ഏതായാലും കളയാതെ നന്നായി കേട്ടോ. അടിപൊളി പൂവാണ്. കുറേ ദിവസം ഇതിങ്ങനെ നിൽക്കും. പിന്നെ അടുത്ത വർഷം എല്ലായിടത്തും വെക്കണം. അപ്പോൾ ഇതാണ് നമുക്കിലെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്കിലെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ.